നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കയ്ക്ക് വിപണിയിൽ വൻ ഡിമാൻഡ്. അതിർത്തി കടക്കുന്നത് ടൺ കണക്കിന് ലോഡ്. കർഷകർക്കും ആദായം. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ പറമ്പുകളിൽ ശല്യമായി മാറിയ ചരിത്രമായിരുന്നു ചക്കയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. പറമ്പിൽ 5-10 പ്ലാവ് ഉണ്ടെങ്കിൽ നല്ല വരുമാനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും ഡിമാൻഡ് വർദ്ധിച്ചതും ബിസ്ക്കറ്റ് ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് ആവശ്യകത വർദ്ധിച്ചതുമാണ് ചക്കയുടെ രാശി തെളിയാൻ ഇടയാക്കിയത്. ഓരോ ദിവസവും 100 കണക്കിന് ലോഡ് ചക്കയാണ് കേരള അതിർത്തി കടന്നു പോകുന്നത്. മൂത്ത് പാകമാകാത്ത ഇടിയൻ ചക്ക മുതൽ മൂപ്പൊത്ത ചക്ക വരെയും ഇത്തരത്തിൽ ഡിമാൻഡ് ഏറെയാണ്. ഇടിയൻ ചക്ക അയൽ സംസ്ഥാനങ്ങളിലേക്ക് ജനുവരി മുതൽ ചക്ക എടുക്കുന്ന സംഘങ്ങൾ സജീവമാകും. മൂപ്പാകാത്ത ഇടിയൻ ചക്കയ്ക്ക് കിലോയ്ക്ക് 8 രൂപ മുതൽ 12 രൂപ വരെയാണ് നൽകിയാണ് കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നത്. ഇത് പ്രധാനമായും ഉത്തരേന്ത്യൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. മധ്യപ്രദേശത്തിൽ 1 കിലോ ഇടിയൻ ചക്കയുടെ വില കിലോയ്ക്ക് 60 രൂപ വരെയാണ്. തമിഴ്നാട്, കർണാടക വിപണികളിലും കേരളത്തിൽ നിന്നുള്ള ഇടിയൻ ചക്ക സുലഭമാണ്. ഗൾഫിലേക്കും വലിയ തോതിൽ കയറ്റുമതിയുണ്ട്. രാജ്യത്തെ ചക്ക ഉൽപ്പാദനത്തിൻ്റെ 45% കേരളത്തിലാണ്. സംസ്ഥാനത്തുണ്ടാകുന്ന ചക്കയുടെ 30% പാഴായി പോകുകയാണെന്നാണ് കണക്ക്. ഇടിയൻ ചക്ക ഒന്നിന് 70 രൂപ വരെയും നേരത്തെ കർഷകന് ലഭിക്കുന്നുണ്ട്. പലയിടത്തും പല വിലയ്ക്കാണ് ഇടനിലക്കാർ എടുക്കുന്നത്. റോഡ് സൈഡിൽ നല്ല വില നൽകുമ്പോൾ വാഹനമെത്താത്ത പറമ്പുകളിൽ നിന്നുള്ള ചക്കയ്ക്ക് ഡിമാൻഡ് കുറവാണ്. ഇവിടങ്ങളിൽ 5 മുതൽ 10 വരെയും കിലോഗ്രാം വരെയും തൂക്കമുള്ള മൂക്കാത്ത ചക്ക ഒന്നിന് കിട്ടുന്നത് 25 രൂപ മുതൽ 30 രൂപ വരെ മാത്രമാണ് ലഭിക്കുക. മൊത്തം കച്ചവടക്കാർ എടുക്കുന്ന ചക്ക പാക്ക് ചെയ്ത് വലിയ ചരക്ക് ലോറികളിൽ ഇതര സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യ സംസ്കരണ ഫാക്ടറികളിലേക്കും ഉൽപ്പാദന യൂണിറ്റുകളിലേക്കും അയക്കുകയാണ് പതിവ്. ചിപ്സ് നിർമ്മാതാക്കൾക്ക് തിരിച്ചടി. 10 കിലോഗ്രാമുള്ള ചക്കയ്ക്ക് 400 രൂപയിലേറെ കൊടുക്കേണ്ടി വരുന്നതിനാൽ ചിപ്സ് നിർമ്മാണ യൂണിറ്റുകളെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് ചക്ക ചിപ്സ് കയറ്റുമതി ചെയ്യുന്ന നിരവധി ചിപ്സ് നിർമ്മാണ യൂണിറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചക്കയ്ക്ക് ഡിമാൻഡ് കൂടിയതോടെ ഇത്തരം യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ചക്കയെ വിപണിയിലെ മുൻനിരയിലെത്തിച്ചത്. പൾപ്പുണ്ടാക്കുന്ന സംരംഭങ്ങൾ വന്നതോടെ കൂഴച്ചക്കയ്ക്കും ആവശ്യക്കാരേറെയാണ്. കൂഴച്ചക്കയുടെ മൃദുവായ ചുളകൾ ഐസ്ക്രീം, ജാം, ഹൽവ, സ്ക്വാഷ് എന്നിവയുടെ നിർമ്മാണത്തിന് പൾപ്പ് രൂപത്തിൽ വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. മുൻപ് ഇത്തരം പൾപ്പുകൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന പല കമ്പനികളും ഇപ്പോൾ കേരളത്തിലെ പ്രാദേശിക യൂണിറ്റുകളെയാണ് സമീപിക്കുന്നത്. കയറ്റുമതി വർദ്ധിച്ചതും വെജിറ്റേറിയൻ ഭക്ഷണങ്ങളോടുള്ള പ്രിയവും ചക്കയ്ക്ക് രാജകീയ പരിവേഷം നൽകുന്നു. അപ്പോൾ ചക്കയ്ക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. ഇപ്പോൾ പ്ലാവും ചക്കയും ഉള്ളവർക്ക് നല്ല വരുമാനമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.